الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون صدق الله. ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരിക്കല്ലേ ദയവേത്, അവിടെ നിന്ന് വന്നോണ്ടിരിക്കട്ടെ. നിങ്ങൾ കിട്ടിയൊരാസനത്തിരിക്കുക ദയവേത് പ്ലീസ്, അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടാവും. من شرب الخمر لم يرضى الله عنه 40 ليلة صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر اللاسين كلي غافرا جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا مددي مؤيدي مددي عمدي لا شددي مسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي
ഖാജാ മുഈനുദ്ദീൻ കുൻ ആഖിദൻ ബിയദി ഖാജാ മുഈനുദ്ദീൻ لخمسة نطفي بها هرا وبال حاتما المصطفى والمرتضى وابناهما والفاطمة قلبിലായി നിറയുന്ന മോഹം മിഴിയിലായി നനവൂറും ദാഹം ആറ്റലായൻ തോഹ വാഴും റൗള കാണാനായി റൗള കാണാനായി കൽബിലായി നിറയുന്ന മോഹം മിഴിയിലായി നനവൂറും ദാഹം ആറ്റലായൻ തോഹ വാഴും റൗള കാണാനായി റൗള കാണാനായി കൽബകം അതിനായി കൊതിച്ചു കരണകം അതിനായി തുടിച്ചു റാഹിമേ നിൻ മുന്നിനതിനായി നിത്യം കേളുന്നേ ദിനവും നൊന്ത് പാടുന്നേ കൽബകം അതിനായി കൊതിച്ചു കരണകം അതിനായി തുടിച്ചു റാഹിമേ നിൻ മുന്നിലതിനായി നിത്യം കേളുന്നേ ദിനവും നൊന്ത് പാടുന്നേ കൽബിലായി നിറയുന്നു മോഹം മിഴിയിലായി നനവൂറും ദാഹം ആറ്റലായെന്നു തോഹ വാഴും റൗള കാണാനായി റൗള കാണാനായി പൂനിലാഴകാം മദീന പൂർമണിമാരന്റെ റൗള മനസ്സിലെങ്ങും പൂങ്കിനായി പൂത്തു നിൽക്കുന്നോ പരിമളം തൂവി നിൽക്കുന്നോ പൂനിലാവഴകാം മദീന പൂർമണിമാരന്റെ റൗള മനസ്സിലെങ്ങും പൂങ്കിനായി പൂത്തു നിൽക്കുന്നോ പരിമളം തൂകി നിൽക്കുന്നോ കൽബിലായി നിറയുന്നു മോഹം മിഴിയിലായി നനവൂറും ദാഹം ആറ്റലായെന്നു തോഹ വാഴും റൗള കാണാനായി റൗള കാണാനായി. ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ യൂസുഫ് ബാക്കവി ഉസ്താദ് അവറുകളെ, ജലീൽ അഷ്റഫി ഉസ്താദ്, അബ്ദുൾ റഷീദ് ഹസനി ഉസ്താദ്, ഉമർ ഫാദിലി ഉസ്താദ്, ഹമീദ് ലത്തീഫി ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാരെ, ചവക്കാട് അകലാട് നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരൻ ഒറ്റീനി ഉമർ ഉസ്താദ്, ഈ സംഘാടക സമിതിയിലെ സഹോദരങ്ങൾ, ഈ സദസ്സിലിരിക്കുന്ന കൂടല്ലൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ ഇരട്ട ഡോക്ടർമാരായ ഷിയാസ് നിയാസി എന്ന സഹോദരങ്ങൾ, ഈ സദസ്സിന്റെ മുൻവശത്ത് നിറഞ്ഞിരിക്കുന്ന കോഴിക്കോട് അൽ കിഫായ ഫൗണ്ടേഷന്റെ സംഘാടക സമിതിയിലെ സഹോദരങ്ങൾ, കുളത്തൂർ റഹ്മാർ ലീഫ് സെല്ലിന്റെ അബ്ദുൽ അസീസ് എന്ന സഹോദരൻ ഉൾപ്പെടെയുള്ള സംഘാടക സമിതിയിലെ സഹോദരങ്ങൾ, എല്ലാത്തിലും ഉപരി എരമംഗലത്തെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മാറഞ്ചേരിയിലെ ഈ മനോഹരമായ പരിപാടിയുടെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കമലാസുരിയ ബുക്കുസ്റ്റാളിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരായ മുഹമ്മദ് ഷാഫിയും സീവു അനീസും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ,
കുഞ്ഞുപെങ്ങന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നു. സർവ്വത്തിനുണ്ടിന കുറച്ച് അല്പം കുറച്ച് കേട്ടോ, ഈ ഇടത് സൈഡിലെ ബോക്സിന് മാത്രം, ബാക്കിയൊക്കെ സർവശക്തനും സർവാധിനാഥനും സർവപരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗീയ ആരാമത്തിൽ പൈശാചിക കെണിവലകളിൽ പെട്ടുപോകാതെ സ്വർഗത്തിന്റെ മണിമുത്തുകൾ തേടി ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തിയ ഈ ജനസാഗരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരുമാറാകട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ വിഷമങ്ങൾക്കും വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഈ ഒരു വലിയ മജ്ലിസ് അല്ലാഹു ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയും സന്തോഷമുള്ള ഖബർ ജീവിതം അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ യാത്രകളിൽ ഒരു സെക്കൻഡ് പോലും സൃഷ്ടാവായ പടച്ചതമ്പുരാനെ മറക്കാതെ പൊരുത്തത്തോടെ മുന്നോട്ട് ഗമിക്കുന്നതിനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ അറിവിന്റെ അക്ഷരമുത്തുകളുമായി മുത്തമിട്ട് സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ നമ്മെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഉപദേശിക്കുവാനും കൂടെയുണ്ടായിരുന്നവർ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഗുരുനാഥന്മാരുണ്ട്, സഹായികളുണ്ട്, കാരണവന്മാരുണ്ട്. ഇരുലോക വിജയം അല്ലാഹു പടച്ചതമ്പുരാൻ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതത്തിൽ ഈ മജ്ലിസിന്റെ പൊരുത്തവും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മദ്യമെന്ന് പറയുന്ന മാരക വിഷത്തിന് മരിക്കുന്നതുവരെ ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപനം നടത്തി പൂർണ്ണമായ പൊരുത്തത്തോടെ കണ്ണുനീരോടെ തൗബ ചെയ്ത് പിരിയുന്ന അള്ളാഹുവിന്റെ പൊരുത്തമുള്ള ഒരു മജ്ലിസാക്കി സർവശക്തനായ നാഥൻ ഈ മജ്ലിസിനെ മാറ്റുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇടതുഭാഗത്ത് ഇൻഷാ അല്ലാഹ് ടാർപ്പ ഇല്ലെങ്കിൽ പോലും നിലത്തിരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് പേപ്പറോ കടലാസോ കൊണ്ട് കൊടുത്താൽ അത് ഇരുന്നോളും. ടാർപ്പൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്നവർക്ക് ഈ സൈഡിലൂടെ ഇങ്ങനെ വരുന്നതിന് സൗകര്യമുണ്ട്. അവർക്ക് ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് കൂടി ഒരു ചെറിയ രീതിയിലുള്ള സൗകര്യം, ഇത്രയും വലിയ ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ സംഘാടകർ ചെയ്തു. ഇതിലുപരി അവർക്കിനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അൽഹംദുലില്ലാ നമ്മുടെ ഈ സദസ്സ് ഞാൻ പ്രതീക്ഷിച്ചതിലേറെ ഒരു വലിയ മജ്ലിസാണ് ഇത്. ഒന്ന്, ബഹുമാനപ്പെട്ട കബീർ ഉസ്താദിന്റെ പ്രഭാഷണം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നുണ്ട്. എല്ലാ സദസ്സിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായും കോഴിക്കോട് കടപ്പുറത്ത് വരണം. അപ്പോ എന്തായാലും കുറെ യുവാക്കൾ അവിടെ എത്തും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. മറ്റൊന്ന്, ഷഫീഖ് മൗലവി, നവാസ് മനാനി, എല്ലാ നാടുകളിലും ഇപ്പോ പഴയതുപോലെയല്ല. നേരത്തെ ഒരു പ്രഭാഷണം ചാവക്കാട് കടപ്പുറത്ത് അഞ്ചങ്ങാടിയിൽ നൗഷാദ് വാക്കവി നടത്തി, അതായിരുന്നു ന്യൂ ഇയർ പ്രഭാഷണം. ഇപ്പോ അൽഹംദുലില്ലാ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രൗണ്ടുകളിൽ, നമ്മുടെ പാടങ്ങളിൽ മുഴുവനും ഇതുപോലെ ന്യൂ ഇയർ പ്രഭാഷണത്തിന്റെ ആ ഡിസംബർ 31 രാത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട യുവതലമുറ നശീകരണത്തിന്റെ വഴിയിൽ പോകാതിരിക്കാൻ, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഒരു വലിയ വഴിത്തിരിവായി, ഒരു വെളിച്ചമായി ഈ സദസ്സുകൾ അൽഹംദുലില്ലാ ഒരുങ്ങിയപ്പോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇത്രയും സദസ്സ് ഉണ്ടായിരുന്നിട്ട് പോലും മാറഞ്ചേരിയിലെ മനോഹരമായ ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്നത് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തിന്റെ ഒരു കാരണമാകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ, കണ്ണീരോടുകൂടിയുള്ള ദുആക്ക് അള്ളാഹു ഉത്തരം തരുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങൾ, വേദനകൾ, ബേജാറുകൾ, പ്രയാസങ്ങളെല്ലാം സൃഷ്ടാവായ പടച്ചതമ്പുരാൻ മാറ്റി പൂർണ്ണമായും അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഇസ്സത്തോടുകൂടി സഞ്ചരിക്കുന്ന വഴിത്താര ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് വെട്ടിത്തെളിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കസേരകൾ, 2 കസേര ഉപയോഗിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാല് വെക്കാനും മൊബൈൽ വെക്കാനും കൈവെക്കാനും ബാഗ് വെക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ദയവ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് സഹോദരിമാർക്ക് ഇരിക്കാൻ കൊടുക്കണം. സഹോദരങ്ങളും അങ്ങനെ തന്നെ. ഇടയിൽ എവിടെയെങ്കിലും കസേര ഒടിവുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തി കാണിച്ചാൽ സംഘാടകർ, വാളണ്ടിയേഴ്സുകൾ ധാരാളമുണ്ട്. അവർ നല്ല ഉഷാറിലാണ്. അവർ വന്നത് വാങ്ങിക്കോളും. എവിടെയെങ്കിലും ഉണ്ടോ? ആ വേഗം ചെല്ല്. ഇവിടെ വേഗം ചെന്നു. ആ ഒഴിവായ ചെറിയ കുട്ടികളെ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ? പാവല്ലേ, അവര് സ്വർണ്ണമൊക്കെ തരാനുള്ളതല്ലേ.
ഇനി മറ്റു വിഷയങ്ങളൊന്നും ഇടയ്ക്ക് ചർച്ച ചെയ്യാതെ ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ബാക്കി ജനങ്ങളെ സംഘാടകർ ശ്രദ്ധിച്ച് ഇരുത്തുവാനും സൗകര്യം ചെയ്തു കൊടുക്കാനും അവർ ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് ഇതിനിടയിൽ എന്നെ ഒന്നും പറയിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയോടെയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോക ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട രാജാക്കന്മാർ ഒരുപാട് കടന്നുപോയിട്ടുള്ളതായി നമുക്കറിയാം. രാജാക്കന്മാരുടെ പ്രഭാഷണങ്ങളും അവരുടെ പ്രബന്ധങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഇപ്പോഴും ലോകം ചർച്ച ചെയ്യുകയും ലോകം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. രാജഭരണം വാണിരുന്ന കാലഘട്ടത്തിൽ വലിയ കൊട്ടാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ രാജാക്കന്മാർ വിരാജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് പ്രഖ്യാപിച്ചാലും അനുചരവൃന്ദങ്ങളാകുന്ന ഒരു വിഭാഗം അക്ഷരം പ്രതി അനുസരിക്കുന്നതിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു രാജഭരണത്തിന്റെ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ രാജാക്കന്മാരുടെ ഭരണം നിലനിൽക്കുന്ന, രാജാക്കന്മാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു രാജാവ് തന്റെ പ്രജകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് പറയുന്നു, നിങ്ങളിൽ പണ്ഡിതന്മാർ മുഴുവനും നാളെ എന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാർ എന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക്, നാളെ കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക്, എന്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരണം. അങ്ങനെ പണ്ഡിതന്മാരെല്ലാവരും പെട്ടെന്ന് രാജാവിന്റെ വിളിയാളത്തിന് മറുപടി കൊടുത്തുകൊണ്ട് രാജസിംഹാസനത്തിന്റെ കീഴെ ആ പണ്ഡിതന്മാർ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. രാജാവ് ആ പണ്ഡിതന്മാരോട് മുഴുവനും ചോദിച്ചു, നിങ്ങളോട് ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് വ്യക്തവും യുക്തവുമായ മറുപടി ആരാണോ തരുന്നത്, ആ തരുന്ന പണ്ഡിതന് ഏറ്റവും വിലപിടിപ്പുള്ള, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ 100 ഇരട്ടി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, സമ്പാദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും എന്ന ഓഫറോടുകൂടി രാജാവിന്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട് രാജകൊട്ടാരത്തിലെ പണ്ഡിത പ്രമുഖർ കാതോർത്തിരിക്കുകയാണ്. രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ മുഴുവനും രാജാവ് എന്ത് ചോദിക്കുന്നു എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ രാജാവിന്റെ ചോദ്യത്തിന് തുടക്കമായി. രാജാവ് പറയുന്നു, ലോകത്ത് ഏറ്റവും വിലമതിക്കാനാകാത്ത പലതും നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ലോകത്ത് ഏറ്റവും വിലമതിക്കാനാകാത്ത വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ഏറ്റവും അധികം വിലപിടിപ്പുള്ള, ലോകത്ത് ഏറ്റവും അധികം വിലമതിക്കാനാകാത്ത ഒരു സംഭവമുണ്ട്. അത് എന്താണ് എന്ന് ഏറ്റവും വ്യക്തമായ മറുപടി ആർക്കാണ് തരാൻ കഴിയുക? അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഈ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ മുഖാന്തരം തരുമെന്ന് പറഞ്ഞപ്പോ രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിന്റെ രത്നക്കല്ലുകൾ കൊണ്ട് തിളക്കമാർന്ന ഏറ്റവും വിലപിടിപ്പുള്ള സിംഹാസനത്തിന്റെ മുകൾ ഭാഗത്തിരിക്കുന്ന രാജാവിന്റെ കീഴെ പണ്ഡിതന്മാരെല്ലാവരും വന്ന് നിരന്നിരുന്നു. രാജാവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഒന്നാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒന്നാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ സിംഹാസനമാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. ആ സിംഹാസനം രത്നം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ആ സിംഹാസനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മരതകങ്ങളുണ്ട്, മാണിക്യങ്ങളുണ്ട്, കല്ലുകളുണ്ട്, മുത്തുകളുണ്ട്. അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ഒരിക്കലും അത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവമല്ല. പഴയ കാലത്തൊക്കെ രാജാവിനെ പുകഴ്ത്തി പറയുമ്പോ സമ്മാനങ്ങൾ ലഭിക്കും. രാജാവ് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ ആ രാജാവിന് സന്തോഷമുണ്ടാക്കുന്ന, രാജാവിനെ പുകഴ്ത്തി പറയുന്ന മറുപടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ ആ പ്രജകൾക്ക് ലഭിച്ചിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ഒരു പണ്ഡിതൻ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് രാജാവിന്റെ സിംഹാസനമാണെന്ന് പറഞ്ഞത്. പക്ഷേ രാജാവ് അംഗീകരിച്ചില്ല. രാജാവ് രണ്ടാമത് ചോദിച്ചു, നിങ്ങൾക്കിനി ആർക്കാണ് പറയാൻ കഴിയുക? രണ്ടാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു രാജ്ഞി എന്ന് പറയുന്ന രാജാവിന്റെ പ്രിയപ്പെട്ടവൾ ധരിച്ചിരുന്ന ഉടയാടകളും ആഭരണങ്ങളുമാണ്. ലോകത്തൊരു സ്ത്രീയും അത്രം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചതായി ഞങ്ങൾക്കറിയില്ല. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രവും ആഭരണവും അങ്ങയുടെ പ്രിയപ്പെട്ട രാജ്ഞിയുടെ ശരീരത്തിനായതുകൊണ്ട് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവങ്ങൾ അതാണ് എന്ന് രണ്ടാമത്തെ പണ്ഡിതൻ പറഞ്ഞപ്പോ രാജാവ് ആ മറുപടിയെ പുച്ഛിച്ചു തള്ളുകയാണ്. രാജാവ് പറയുന്ന, ഒരിക്കലും ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രവും ഉടയാടകളും ആഭരണങ്ങളുമല്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ധരിക്കുന്നത്.
മൂന്നാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നു. ആ മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു, രാജാവേ, ലോകം മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വലിയ കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ തിരുമുറ്റത്തങ്ങ് നാട്ടിയിരിക്കുന്ന വലിയ കൊടിമരമുണ്ടല്ലോ, തങ്കം കൊണ്ട് സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വലിയ കൊടിമരമാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞപ്പോ രാജാവ് അതും അംഗീകരിച്ചില്ല. രാജാവ് പറഞ്ഞു, ഒരിക്കലും അതും ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവല്ല. ഓരോ മറുപടികൾ കേൾക്കുമ്പോ രാജാവ് അതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളുമ്പോൾ ഒരു പണ്ഡിതൻ ആ ജനസാഗരത്തിനിടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാജകൊട്ടാരത്തിലെ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. ആ വസ്തുവിനേക്കാൾ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തു ഈ കൊട്ടാരത്തിന്റെ ഉള്ളറയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞാൽ രാജാവിന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന ഒരു വെല്ലുവിളിയോടുകൂടിയാണ് ആ പ്രിയപ്പെട്ട പണ്ഡിതൻ മറുപടിക്കായിട്ട് എഴുന്നേറ്റ് നിന്നത്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ് എന്ന രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് എല്ലാ പണ്ഡിതന്മാരുടെയും മറുപടി കഴിഞ്ഞ് രാജകൊട്ടാരത്തിലെ പ്രിയപ്പെട്ട പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. 1000 പടക്കുതിരകളെ കൊണ്ട് പിരിച്ചു പിടിച്ചാലും 1000 ചങ്ങലക്കെട്ടുകൾ കൊണ്ട് വലിച്ചഴച്ചാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോലെ ഒരു സെക്കൻഡ് പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സമയങ്ങൾ, അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറയുമ്പോ 2013 എന്ന് പറയുന്ന ഡിസംബർ മാസത്തിന്റെ 31 12 മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ ചക്രസൂചി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ കോടിക്കണക്കിന് മാലാഖമാര് മലപ്പുറം ജില്ലയുടെ മാറഞ്ചേരിയുടെ ഗ്രൗണ്ടിൽ അൽഹംദുലില്ലാഹ് നിറഞ്ഞു കവിയുമ്പോൾ ആ മാലാഖമാർക്കിടയിൽ ഇൽമു നുകരുന്നതിന് വേണ്ടിയും ലോകത്ത് അള്ളാഹു തന്ന ഏറ്റവും വിലപ്പെട്ട സമയത്തെ, വിലമതിക്കാനാകാത്ത സമയത്തെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന തീരുമാനത്തോടെ സജ്ജരായി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല. 1 കോടി രൂപ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാം, 100 കോടി രൂപ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാം, 1000 കോടി രൂപ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാം. 1927 കാലഘട്ടത്തിൽ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഹിരോഷിമയിലും നാഗസാകിയിലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ബോംബ് വർഷം ചൊരിഞ്ഞു കൊടുത്തു. എന്തിനാ? ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം പുരോഗമനത്തിന്റെ പടവുകളിലേക്ക് കടന്നു വന്നിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ തകർത്ത് കളയുമെന്ന് മനസ്സിലായപ്പോൾ അമേരിക്കയുടെ തന്ത്രമായിരുന്നു ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാകിയിലും ബോംബുകൾ വർഷിപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ടുപിടുത്തത്തിന്റെ യന്ത്രങ്ങൾ മുഴുവനും കത്തിച്ച് കരിഞ്ഞ് ചാരമായി പോയപ്പോ, ജപ്പാനിലെ മുഴുവൻ പുരോഗമന വസ്തുക്കളും തകർന്നടിഞ്ഞ് തരിപ്പണമായി പോയപ്പോ, ആ സമയം വരെ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം കണ്ടുപിടിച്ചിരുന്ന സർവ്വതിനെയും അമേരിക്ക ബോംബ് വർഷത്തിലൂടെ നശിപ്പിച്ചു കളഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ളവരെ, ജപ്പാനിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജനതയോട് ആ ജപ്പാനിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അമേരിക്ക ബോംബിട്ടുകൊണ്ട് തകർത്ത് കളഞ്ഞത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയാണ്, നാം ഇതുവരെ കണ്ടുപിടിച്ചിരുന്ന യന്ത്രങ്ങളെയാണ്, മിഷനുകളെയാണ്, എല്ലാം നശിക്കട്ടെ. പക്ഷേ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെക്കൻഡ് സമയം പോലും ഇനി പാഴാക്കാതെ, ഒരു സെക്കൻഡ് സമയം പോലും ഇനി പാഴാക്കാതെ നല്ല തന്റെ ഇടത്തോടുകൂടി, ആണത്തത്തോടുകൂടി ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ജനതയിന് മുന്നോട്ട് പോയാൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടുപിടിക്കുന്ന നമ്പർ 1 രാജ്യമായി നമുക്ക് മാറാൻ കഴിയുമെന്ന് ജപ്പാനിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാര് പ്രഖ്യാപനം നടത്തിയപ്പോ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ പാവപ്പെട്ടവർക്ക് സമയത്തിന്റെ വില മനസ്സിലായി. പണ്ഡിതന്മാര് പറഞ്ഞു, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാർ ഇനി ഒരു സെക്കൻഡ് പാഴാക്കി കളഞ്ഞാൽ 3000 വർഷം പാഴാക്കിയതിന് സമമാണ് എന്ന പ്രഖ്യാപനത്തിൽ ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ചുകൊണ്ട് ഒരു സെക്കൻഡ് പാഴാക്കാതെ, ഒരു മിനിറ്റ് പാഴാക്കാതെ, ഒരു മണിക്കൂർ പാഴാക്കാതെ നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പുരോഗതിക്കും പ്രശസ്തിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കും
പിടിക്കുമെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നപ്പോ എന്റെ സഹോദരങ്ങളെ, ഇന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം എവിടെ എത്തി നിന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു സെക്കൻഡ് പാഴാകാതെ തന്റെ തലച്ചോറിൽ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ബുദ്ധിശക്തിയെ കണ്ടുപിടുത്തത്തിന്റെ പുരോഗതിയുടെ ഉത്തുംഗതയിലേക്ക് പറത്തിവിടാൻ ജപ്പാൻ എന്ന രാജ്യം തീരുമാനിച്ചപ്പോ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം 100 നിലയുള്ള കൊട്ടാരം പണിഞ്ഞാലും 1000 നിലയുള്ള ബിൽഡിംഗ് പണിഞ്ഞാലും ഒരു പേമാരിയിലും തകർന്നു വീണു പോകാതെ കാറ്റത്തെ ഊഞ്ഞാലിനെ പോലെ ആടി നിൽക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമെന്ന് കണ്ടുപിടിക്കാൻ പോകുമ്പോ ഈ പാവപ്പെട്ട മലപ്പുറം ജില്ലയുടെ മാറഞ്ചേരിയിലെ സഹോദരങ്ങൾ എന്തെങ്കിലും ഒരു ഉപകരണം വാങ്ങുമ്പോ അതിന്റെ പിന്നിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നെഴുതിയിരുന്നാൽ അതാണ് ഏറ്റവും ഉപകാരമുള്ളതും ഉപയോഗപ്രദമായതും എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ മനസ്സോരുന്നെങ്കിൽ ആ രീതിയിലേക്ക് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ എത്തിച്ചത് ഒരു സെക്കൻഡ് പാഴാക്കാതെ അവരുടെ തലച്ചോറിനെ ചെലവഴിച്ചതുകൊണ്ടാണ്. നമ്മൾ ആലോചിക്കണം, ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ചെലവഴിക്കുന്നത് മാറഞ്ചേരിയിലെ ഹൈന്ദവ സഹോദരങ്ങളല്ല, മലബാറിന്റെ ക്രിസ്തീയ സഹോദരങ്ങളല്ല, കേരളത്തിലെ മറ്റു മതത്തിലുള്ള സഹോദരങ്ങളോ സഹോദരിമാരോ അല്ല. അള്ളാഹു പൂർണ്ണമായും പൊരുത്തത്തോടെ തൃപ്തിയോടെ ആയുസ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന മാറഞ്ചേരിയിലെ മലബാറിന്റെ മാറഞ്ചേരിയുടെ മണ്ണിലേക്ക് തടിച്ചുകൂടിയ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഏറ്റവും പൊരുത്തത്തോടെ സമയം ചെലവഴിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഒരു മുസ്ലിം ഉമ്മയുടെ ഉദരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന ഒരു മുസ്ലിം ഉപ്പയുടെ മകളായി ജനിച്ച ഒരു മുസ്ലിം മത അധ്യാപന വേളയിൽ കടന്നു ചെന്നുകൊണ്ട് ദീനിന്റെ കാര്യങ്ങളൊക്കെ മുഴുവനും പഠിച്ചുപോയ, അതിനുള്ള സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ടത് മാറഞ്ചേരിയിലെ ഹൈന്ദവരും ക്രൈസ്തവരും നിരീശ്വരവാദികളുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പള്ളിമരാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ നമ്മളൊക്കെ ഒരു മുസൽമാനാണ് എന്ന തോന്നല് മനസ്സിന്റെ അകത്ത് തന്നിരിക്കുന്ന ഓരോ മുസ്ലിമും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിൽ സമയം ചെലവഴിക്കാൻ നിർബന്ധമാണ്. പക്ഷെ എന്ത് പറ്റിപ്പോയി? പക്ഷെ എന്ത് സംഭവിച്ചു പോയി? സമയം 2 രീതിയിലാണ് മുന്നോട്ട് പോവുക. ചിലർക്ക് സമയം ചിലവഴിക്കുമ്പോൾ വലത്തും ഇടത്തും മലക്കുകൾ വന്നിരുന്ന് അവർക്ക് വേണ്ടി ദിക്റും സ്വലാത്തും ദുആയും ചൊല്ലിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ സരസിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ്, ഇന്ന് ഈ സരസിൽ നിന്ന് 12 മണിയോടുകൂടി ദുആ കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോ ഈ സരസിന്റെ 2 ഭാഗത്ത് നിങ്ങളുടെ ഓരോ വലത്തും ഇടത്തുമായ തോളത്ത് വന്നിരുന്നു കൊണ്ട് നിങ്ങൾ ഈ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾക്ക് പകരം നിങ്ങളുടെ പാപം പൊറുക്കപ്പെടാൻ, നിങ്ങളുടെ പദവികൾ ഉയർത്തിത്തരാൻ, നിങ്ങളുടെ വിപത്തുകൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ സർവ്വതും മാറിക്കിട്ടാൻ മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ 24 മണിക്കൂറും അള്ളാഹുവിന്റെ ശാപം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ചെലവഴിക്കുന്നവനാരെന്ന് നിങ്ങൾക്കറിയുമോ? വലത്തുഭാഗത്തെ മലക്കും ഇടത്തുഭാഗത്തെ മലക്കും അവന്റെ ചുറ്റുവട്ടത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വമലക്കുകളും ഒരുപോലെ നാശത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശാപം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ട്. അതാരെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട മാറഞ്ചേരിയിലെ സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് പോലും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാതെ ചെലവഴിക്കപ്പെടുന്ന സർവ്വ സമയങ്ങളും അള്ളാഹുവേ നിന്റെ ശാപം ഇവന് കൊടുക്കണേയല്ല, നിന്റെ ശാപം ഇവന് കൊടുക്കണേയല്ല, നിന്റെ അതാപുകൾ അവന് കൊടുക്കണേയല്ല, ഒരു നന്മയും കൊടുക്കല്ലേയല്ല, ഇവനെ നശിപ്പിക്കണേയല്ല, ഇവനെ തകർക്കണേയല്ല, ഇവന്റെ കുടുംബത്തെ ഇല്ലാതാക്കണേയല്ല, ഇവന്റെ ബിസിനസിനെ പൊളിച്ചു കളയണേയല്ല, ഒരിക്കലും ഒരു റഹിമത്ത് ഇവന് കൊടുക്കല്ലേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകള് നിന്റെ 4 ഭാഗത്തും കറങ്ങി നടന്നുകൊണ്ട് നിനക്ക് വേണ്ടി ശാപം തരുന്ന ഒരേ ഒരാൾ മാത്രമാണ് ലോകത്തുള്ളത്. ആരെന്നറിയുമോ? മാറഞ്ചേരിയിലെ ചെറുപ്പക്കാരാ, ഡിസംബർ 31 പാതിരാത്രി കല്ലുകുടിച്ചുകൊണ്ട് ബോധമില്ലാതെ വീട്ടിന്റെ അകത്ത് കിടന്നു വന്നിട്ട് വേദനയോടെ പ്രസവിച്ച മാതാവിനെ കഴുത്തറുത്ത് കൊല്ലാൻ മടി കാണിക്കാത്ത 2 വയസ്സുള്ള 4 വയസ്സുള്ള 6 വയസ്സുള്ള പെൺകുട്ടികളെ പോലും ക്രൂരമായി മാനഭംഗപ്പെടുത്താൻ കാമത്തിന്റെ മൃഗത്തിന്റെ കണ്ണുകള് നിന്റെ മുഖത്തിൽ സമ്മാനിക്കുന്ന ഏറ്റവും വലിയ വിഷദ്രാവകമാകുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം കുടിച്ചുകൊണ്ട് നടക്കുന്ന, ആ മദ്യം വിളമ്പിക്കൊണ്ട് നടക്കുന്ന, ആ മദ്യത്തെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന, ആ മദ്യത്തെ വലിപ്പമായി കണ്ടുകൊണ്ട് നടക്കുന്ന, ആ മദ്യത്തെ വെറുപ്പില്ലാതെ മനസ്സിന്റെ അകത്ത് സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നവന് നീ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും തൗബ ചെയ്താലും എന്റെ പ്രിയപ്പെട്ട സഹോദര പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്ത് ഇനി ഒരിക്കലും മടങ്ങി വരൂല എന്ന തീരുമാനമെടുക്കുന്നത് വരെ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ശാപം ചോദിച്ചു വാങ്ങിക്കൊണ്ട് തരുന്നതാണ്. എപ്പോഴും ഒരു സെക്കൻഡ് പാഴാക്കാതെ ശാപം.
ഒരാൾ കള്ളു കുടിച്ചാൽ തൗബ ചെയ്യുന്നതിന് മുമ്പ് വരെ ഈ മലക്കുകൾ രണ്ടു ഭാഗത്തും ഇവന്റെ 4 ഭാഗത്തു നിന്നുകൊണ്ട് അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ആ ശാപത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഈ സദസ്സിൽ ഇസ്ലാമിന്റെ രക്തത്തിളപ്പുള്ള ചുറുചുറുക്കുള്ള തുണക്കുട്ടന്മാരാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 12 മണിയാകുമ്പോൾ മരിക്കുന്നത് വരെ അള്ളാഹുവേ ഇനി ഞാൻ കള്ളു കുടിക്കില്ല എന്ന തീരുമാനം എന്നോടല്ല, ഈ സദസ്സിനോടല്ല, സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്ന പടച്ചവനോട് നെഞ്ചു പൊട്ടി പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചാൽ മരിക്കുന്നത് വരെ നൗഷാദ് വാക്കവി അവന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരിക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹൗദുൽ കൗസർ കിട്ടാൻ നമുക്ക് ഒരുമിച്ച് നീ ഞങ്ങളെ വിളിക്കണേ എന്ന് എന്നും വല്ലാഹി ഞാൻ എന്റെ പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. 24 മണിക്കൂർ ശാപം ഒരു സെക്കൻഡ് ഒഴിവാക്കാതെ 24 മണിക്കൂറും ശാപം. എന്തൊക്കെ ദുരന്തമാ! ആ ശാപം മാറ്റിവെക്ക്. മറിച്ച് കള്ളുകൊണ്ട് ലോകത്ത് എന്തൊക്കെ ദുരന്തമാ നടന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളത്തിന്റെ അരി ആഹാരത്തിന് വേണ്ടി മനുഷ്യർ ചെലവഴിച്ച പൈസയുടെ കണക്ക് നിങ്ങൾക്കറിയുമോ? 2013 എന്ന് പറയുന്ന ഒരു വർഷക്കാലം കേരളം ഏറ്റവും അധികം ഭക്ഷണം കഴിക്കുന്ന അരി ആഹാരം കഴിക്കുന്നത് കേരളമാണ്. ആ കേരളം അവരുടെ തനതായ ഭക്ഷണ സാധനമാകുന്ന അരി ആഹാരത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് 3000 കോടി രൂപയാണ്. ഒന്നും രണ്ടുമല്ല, 3000 കോടി രൂപയാണ് കേരളം അരി ആഹാരത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ചിലപ്പോ 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ കുറവാണ്, 2 നേരവും 1 നേരവും ഒക്കെ കഴിക്കുന്നവരുണ്ടായിക്കോട്ടെ. എന്നാലും കേരളത്തിന്റെ 90% അരി ആഹാരം കഴിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു നേരം അരി ആഹാരം കഴിക്കുന്നവരാണ്. 3000 കോടി രൂപയാണ് അരി ആഹാരത്തിന് വേണ്ടി കേരളം ചെലവഴിച്ചതെങ്കിൽ കള്ളിന് വേണ്ടി ചെലവഴിച്ച കണക്കറിയണമോ? 18,000 കോടി രൂപയാണ്. ഒന്നും രണ്ടുമല്ല, 18,000 കോടി. ഈ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള കടലോരങ്ങളിൽ മഴ പെയ്താൽ ചോർന്നു നിൽക്കുന്ന ചെറ്റക്കൂരയുടെ ഉള്ളറയിൽ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിയുന്ന കുടുംബത്തിന്റെ മക്കൾ ഉൾപ്പെടെ കേരളത്തിൽ ചിലവഴിച്ചത് 18,000 കോടി രൂപയുടെ മധ്യമാണ്. ആലോചിക്കണം. ജനുവരി 23-ാം തീയതി എറണാകുളത്ത് അസ്ഹർ സ്കൂൾ ഗ്രൗണ്ടിൽ ഈ വിനീതന്റെ വാർഷിക പ്രഭാഷണം വെച്ചിരിക്കുന്നു. 2ാമത് വാർഷിക പ്രഭാഷണം എറണാകുളം ജില്ലയിലെ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോ രാവിലെ 10 അനാഥ അഗതി മക്കൾക്ക് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിക്കാഹിന് നേതൃത്വം കൊടുക്കുമ്പോൾ 3 കുട്ടികളെ കൂടി കിട്ടാനുണ്ടായിരുന്നു. അവിടുത്തെ സംഘടന ചെയർമാൻ പറഞ്ഞു, ഉസ്താദ് ജയ്ഹിന്ദ് ചാനലിൽ ഒന്ന് പറയൂ, പരിപാടി നടത്തുന്നതല്ലേ, അതുകൊണ്ട് ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ വരട്ടെ, യത്തീമീങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ വന്നോട്ടെ. ഇപ്പൊ യത്തീമീങ്ങളല്ല, അഗതികളെ കൂടി നിങ്ങൾ പാവപ്പെട്ടവരായ യത്തീമീങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന ചില പെൺകുട്ടികളെ കൂടി നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ പരസ്യം കൊടുത്തപ്പോ നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാനവാസ് റഷാദ് ഉസ്താദ് വിളിച്ചു പറഞ്ഞത്? ഇന്നലെ വരെ 3400 കോടികളായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. 3400 കോടികൾ ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ, 3 പെൺമക്കളുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ. ഉസ്താദെ ഉപ്പയില്ലാത്തവളാണ്, ഉസ്താദെ ഉമ്മയില്ലാത്തവളാണ്, കൂടപ്പുറപ്പുകളില്ലാത്തവരാണ്. തുണിക്കടകളിൽ പോയി കച്ചവടം ചെയ്ത് വൈകുന്നേരം കിട്ടുന്ന നാണയം തൊട്ടുകൊണ്ടുവന്നിട്ട് എന്റെ ഉപ്പയെയും ഉമ്മയെയും നോക്കുന്ന 18-കാരിയാണ്. 1 പവന്റെ സ്വർണം മതി ഉസ്താദെ, 10 പവന്റെ വേണ്ട, ഒന്ന് ആ സദസ്സിൽ വെച്ച് ഞങ്ങളുടെ നിക്കാഹ് നടത്തി തരുമോ എന്ന് ചോദിച്ചു പൊട്ടിക്കരന്ന 3000-ലധികം വരുന്ന സ്ത്രീകളിൽ 247 തീർത്തും യതീമീങ്ങളും ആരും തിരിഞ്ഞു നോക്കാത്തവരുമായ കേരളത്തിന്റെ പാവപ്പെട്ട കുടുംബത്തിലെ മക്കളാണെങ്കിൽ കള്ളിന് വേണ്ടി ചെലവഴിച്ചവരെ 18,000 കോടി രൂപ മദ്യത്തിന് വേണ്ടി ചെലവഴിച്ചവരെ അള്ളാഹുവിനോട് എന്ത് സമാധാനം പറയുമെന്ന് നിങ്ങൾ ആലോചിക്കുക. 18,000 കോടി രൂപ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ദിവസം 170 വിവാഹമോചനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു ദിവസം, ഓരോ ദിവസവും കേരളത്തിന്റെ കണക്ക് പ്രകാരം 170ഓളം വിവാഹമോചനമാണ് ഒരു ദിവസം നടക്കുന്നത്. അതിൽ 75% വിവാഹമോചനം നടക്കുന്നത് കള്ളുകുടിച്ച് ബോധമില്ലാതെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും സംരക്ഷിക്കാൻ കഴിവുണ്ടായിട്ട് പോലും വിഷം വാങ്ങി തലച്ചോറിൽ കുത്തിവെച്ചുകൊണ്ട് ബോധമില്ലാതെ കന്നുകാലികളെ പോലെ ജീവിച്ചതിന്റെ പേരിലാണ് 75% വരുന്ന നിക്കാഹുകൾ അല്ലെങ്കിൽ കുടുംബജീവിതങ്ങൾ തകർന്നടിഞ്ഞത് എന്ന് കേരളത്തിന്റെ കണക്ക് പറയുമ്പോ 8 ലക്ഷം ആളുകൾ കേരളത്തിൽ ഇതുവരെ കള്ളുകുടിച്ചിട്ട്
കരൾ രോഗം ബാധിച്ചവരായി മാറിപ്പോയിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 8 ലക്ഷം ആളുകൾ കള്ളു കുടിച്ചിട്ട് കരൾ രോഗം ബാധിച്ചവരായി മാറിപ്പോകുന്നു. ഋഷിരാജ് സിംഗ് ഹെൽമറ്റ് വെക്കാൻ പറഞ്ഞാലും വാഹനത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെ പുതുക്കിപ്പണിഞ്ഞാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങൾ 85% കള്ളുകുടിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ മാത്രമാണെന്ന് കേരളത്തിന്റെ കണക്കുകൾ പുറത്തുവിടുമ്പോ എന്റെ സഹോദരങ്ങളെ, ഇത് ദുനിയാവിന്റെ സർവ്വ നാശം വിതയ്ക്കുന്ന കണക്കുകളാണ്. ദുനിയാവിന്റെ സർവ്വ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തുന്ന കണക്കുകളാ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മലബാറിൽ, നമ്മുടെ കോഴിക്കോട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് കിടന്നിറങ്ങുന്ന പരിശുദ്ധ മണ്ണിന്റെ മുന്നിലൂടെ കന്നുകാലികളെ പോലെ കള്ളുകുടിച്ച് ബോധമില്ലാതെ പോകുന്ന ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർക്ക് അറിഞ്ഞു വരുത്തിട്ട് കള്ളുകുപ്പിക്ക് പകരം കയ്യിൽ തസ്ബീഹെടുത്ത് കൊടുക്കാൻ, ബോധമില്ലാതെ ഛർദിക്കുന്നതിന് പകരം മുത്തുനബിയെ കാണാൻ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന പ്രവാചക പ്രേമത്തിന്റെ ഈമാനിക ശക്തിയുടെ ഏറ്റവും വലിയ മധുരം വിളമ്പാനാണ് അൽഹംദുലില്ലാ ഇന്നത്തെ രാത്രിയിൽ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ഭാരാവാരം പോലെ മാറഞ്ചേരിയിൽ ഏറ്റവും വലിയ മലബാറിന്റെ അത്ഭുതം തീർത്തുകൊണ്ട് കടന്നു വന്ന ഈ ജനസാഗരത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തീർത്തും നിങ്ങൾ ഒഴിവാക്കുക. പക്ഷേ ചില മിടുക്കന്മാര് പറയും, ചില നാട്ടിലുള്ള ചില സാമാന്യം ഭേദപ്പെട്ട ചില മിടുക്കന്മാർ, അതിൽ ചില രാഷ്ട്രീയക്കാരുണ്ടാകാം, ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർക്ക് ചില ചെറുപ്പക്കാരെ ആവശ്യമാണ് കൊട്ടേഷനിൽ പ്രവർത്തിക്കാനും അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും കുറച്ച് ചെറുപ്പക്കാരെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു സമരം വരുമ്പോ, ഒരു നിരാഹാരം വരുമ്പോ, ഒരു ഇലക്ഷൻ വരുമ്പോ കൊണ്ടുപോയി കുടിക്കടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പുല്ലുപോലെ കല്ലിന് വേണ്ടിയിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ അത് വാങ്ങിയിട്ട് കല്ല് മോന്തി കുടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോടും നന്ദികേട് കാണിക്കാൻ ഇറങ്ങി പോകുമ്പോ അങ്ങനെയുള്ള ചില മിടുക്കന്മാർ മാറഞ്ചേരിയിലെ മദ്യം ഈ അടിമത്വം എന്തിന് എന്ന പോസ്റ്റർ കാണുമ്പോ പെരുമ്പടപ്പിലും അതുപോലെ മാറഞ്ചേരിയിലും എരമംഗലത്തും മലപ്പുറത്തൊക്കെ നിന്നുകൊണ്ട് പറയും, പിന്നെ ഇയാൾ വന്നിട്ട് കള്ളിനെ അങ്ങ് പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കി കൊണ്ടുപോകാൻ പോവാ. എരമംഗലത്തെയും മാറഞ്ചേരിയിലെയും കുറച്ച് ചെറുപ്പക്കാർ മദ്യമെന്ന് പറയുന്ന വിഷയം വെച്ചുകൊണ്ട് മലബാറിനെ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിനോട് നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആണയിട്ട് ഞാൻ പറയുന്നു, ബനി ഇസ്രായേൽ സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കും. ഉസ്താദുമാർക്ക് നല്ലതുപോലെ പള്ളിയിൽ കള്ളിനെതിരെ പ്രസംഗിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തേ? ചില ദിവസമൊക്കെ സംഘാടകര് പോലും പിടുത്തമായിട്ടാണ് പള്ളിയിലേക്ക് വരിക. അങ്ങനെ ആയിപ്പോയി. അതൊരു തെറ്റല്ലാത്ത രീതിയിൽ ലാഘവത്തോടുകൂടി കണ്ടുപോയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ബനി ഇസ്രായേൽ സംഭവിച്ചതുപോലെ അവരങ്ങ് കുടിക്കട്ടെ ഉസ്താദേ, അവർക്കല്ലേ നഷ്ടം വരുന്നത്, നിങ്ങൾക്കെന്താ? തിരുവനന്തപുരത്തെ ചിറയൻകീഴം എന്ന് പറയുന്ന തെക്ക് ഭാഗത്തെ ഗ്രാമപ്രദേശത്ത് നിന്ന് മലബാറിന്റെ മണ്ണിൽ വന്ന് കള്ളിനെ ഒഴിവാക്കാൻ നിങ്ങൾക്കെന്ത് അധികാരമാവുള്ളത്? എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? അവര് കുടിക്കട്ടെ, അവര് രസിക്കട്ടെ, അവര് സുഖിക്കട്ടെ, അവര് നശിക്കട്ടെ, സർവ്വതും അവരുടെ നാശത്തിനല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി മിണ്ടാതിരുന്നുകൂടെ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ആരൊക്കെ നാവടക്കി വെച്ചാലും എനിക്കടക്കി വെക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മാറഞ്ചേരി മുഴങ്ങട്ടെ എന്റെ ചെറുപ്പക്കാരാ. ഡിസംബർ 31 എന്ന് പറയുന്ന ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷത്തിന്റെ സമാപനമാണെങ്കിലും മനസ്സിന്റെ രാജാവിന്റെ ഹദറത്തിലേക്ക് ഏറ്റവും നല്ല നനവാർന്ന കണ്ണീരിന്റെ ഈമാൻ തുടിക്കുന്ന സ്വലാത്ത് മലബാറിന്റെ മാറഞ്ചേരിയിൽ നിന്ന് ഒഴുകിയെത്തട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ. കല്ലെന്ന് പറയുന്ന സർവ്വജനയും തന്റെ പുറംകാലുകൊണ്ട് തട്ടിയെറിയാൻ മദീനയുടെ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തിയപ്പോ സർവ്വജനയും അൽഹംദുലില്ലാഹ്, അറേബ്യൻ രാജ്യത്തെ കല്ല് രാജാക്കന്മാര് കാലുകൊണ്ട് തകർത്തെറിഞ്ഞു പോയ, വലിച്ചെറിഞ്ഞു പോയ ആ മദ്യത്തെ ലോകത്തിനോട് വേണ്ടെന്ന് പറഞ്ഞ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞിനെ ഒരു ഭാഗത്ത് ഒതുക്കിയിരുത്തിയിരുന്നാൽ മതി കേട്ടോ, അവിടെ ഒതുക്കിയിരുത്തിരുന്നാൽ മതി. നമുക്ക് പരിപാടി കഴിയുമ്പോൾ ഒന്ന് കാണാനുള്ള സൗകര്യം സംഘാടകർ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഈ വേദിയിൽ കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എല്ലാ രോഗത്തിലും ചെറിയൊരു പൈശാചികത ഉണ്ടാവും. എല്ലാ രോഗത്തിനും ഈ കുഞ്ഞിനെ കുറെ നാളുകൊണ്ട് ചികിത്സയും ദുആയായിട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോ ആ കുഞ്ഞിന്റെ രോഗം അല്ലാഹു ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് ബറക്കത്ത് കൊണ്ട് അല്ലാഹു പൂർണ്ണമായി മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങൾക്കറിയോ, ഇന്ന്
സാധാരണ ഏത് കുഞ്ഞിന്റെ തലയിൽ കൈവച്ചു പിന്നെ ദുആ ചെയ്താലും പ്രാർത്ഥിച്ചാലും മനസ്സിലൊരു സങ്കടം ഒരു വിഷമമൊക്കെ വരുമെങ്കിലും ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്തിട്ടാണ് ഈ സദസ്സിലേക്ക് ഞാൻ വന്നത്. അജ്മൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോ അള്ളാഹു കാഴ്ചശക്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഒരു 5 വയസ്സിനകത്ത് പ്രായം വരും, 4-4.5 വയസ്സ് പ്രായം വരും. എന്റെ രണ്ടാമത്തെ മകന്റെ പ്രായം വരും. ഇപ്പൊ കുറച്ചു നാളായിട്ട് കാഴ്ച തീരെയില്ല, അതുവരെ കണ്ടിരുന്നതാണ്. കപ്പലണ്ടി ഇപ്പൊ കഴിക്കുന്നത് എന്തോ സംഘാടക. ഈ അടുത്ത സമയം വരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ആ ഒരു വീട്ടിൽ ചെന്ന് സാധാരണ ഇപ്പൊ പ്രസംഗത്തിന് പോകുമ്പോൾ അങ്ങനെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കലൊന്നുമില്ല. പക്ഷെ ഇപ്പോ ഇവിടെ എരമംഗലത്ത് വന്നാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തായാലും എനിക്ക് ഇരുന്നേ പറ്റൂ. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട സഹോദരങ്ങളാണ് അവർ. സാധാരണ വാദം നടത്തുന്ന സംഘാടകരെ പോലെയല്ല. അങ്ങനെ കുറെ സഹോദരങ്ങൾ ഉണ്ടാവുമല്ലോ. അള്ളാഹു അവർക്ക് ഉന്നതമായ നേട്ടവും വിജയവും ഈ സ്നേഹത്തിനും ഈ ബന്ധത്തിനും പകരം മുത്തറസൂലിന്റെ പൊരുത്തവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ സഹോദരന്റെ വീട്ടിൽ നിന്നിട്ട് വരാൻ നേരത്തെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ പ്രിയപ്പെട്ട കുഞ്ഞ് എന്നോട് പറയുകയാണ്, ഞാൻ ഉമ്മായെ കണ്ടുകൊണ്ടിരുന്നതാ ഉസ്താദ്, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, ഉസ്താദ് വാരക്കണം. ഞാൻ ഉപ്പച്ചിയെ കണ്ടുകൊണ്ടിരുന്നതാ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, ഉസ്താദ് വാരക്കണം. ഞാൻ എല്ലാവരെയും കണ്ടുകൊണ്ടിരുന്നതാ, പക്ഷെ ഇപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എന്റെ പൊന്നാല ഉസ്താദ് ദുആ ചെയ്യണമെന്ന് 4 വയസ്സുള്ള പൊന്നുമോൻ വേദനയോടുകൂടി പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിപ്പോയി എന്റെ സഹോദരങ്ങളെ. അള്ളാഹു നമ്മുടെ കുഞ്ഞുങ്ങളെ മാരക രോഗത്തെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് കാഴ്ചയുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കില്ല, അള്ളാഹുവെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇനി കാണാൻ പറ്റില്ല, ചെറിയ പ്രായമല്ലേ. അള്ളാഹു തആല പൂർണ്ണമായി രക്ഷ കൊടുക്കുമാറാകട്ടെ. മടങ്ങി വരുന്നു. ലോകത്ത് എവിടെ കണ്ണുകൂടി നടന്നാലും അവര് കുടിക്കട്ടെ, അവര് നശിക്കട്ടെ, അതിലെന്തിനാ ഞങ്ങൾ ഇടപെടുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില പകൽ മാന്യന്മാരുണ്ട്. അവരുടെ കൂടെ നിങ്ങൾ ചേരരുത്. ഒരിക്കലും എനിക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് എന്റെ അന്തസ്സ് നോക്കിയിട്ട് അവര് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും എനിക്ക് കഴിയില്ല, ഒരിക്കലും എനിക്ക് കഴിയില്ല. എത്രയോ ചെറുപ്പക്കാര് കല്ലിൽ നിന്ന് ഭോജനം നേടിയെന്നറിയുമോ? ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഉസ്താദിനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര ആരോപണങ്ങൾ നിങ്ങൾ പറഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. ലോകം എപ്പോഴും അങ്ങനെയായിരുന്നു. ഏത് നന്മയ്ക്കെതിരെയും പടയോട്ടം നടത്തുന്ന കുറെ പിശാചുക്കൾ ലോകത്തെപ്പോഴും ഉണ്ടായിരുന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരെ ഞാൻ വെറുക്കുന്നില്ല. പക്ഷെ എനിക്ക് അഭിമാനത്തോടെ എവിടെയും പറയാൻ പറ്റുന്നതാണ്, എന്റെ മുമ്പിലുണ്ടല്ലോ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. എത്രയോ ചെറുപ്പക്കാർ ഉസ്താദേ മരിക്കുന്നത് വരെ കള്ളുകുടിക്കൂലാന്ന് തീരുമാനമെടുത്ത് ഉമ്മയും മകനെയും കൊണ്ട് വന്നിട്ട് ഉമ്മ പൊത്തിക്കരന്നുകൊണ്ട് പറഞ്ഞതാ, കള്ളുകുടിച്ചുകൊണ്ട് എന്തൊക്കെ എന്റെ പൊന്നുമോൻ എന്നോട് ചെയ്തിരുന്നതെന്നറിയുമോ? പക്ഷെ ഇനി കുടിക്കൂലെന്ന് ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്ന ഉസ്താദ്. അതിൽ സന്തോഷമുണ്ടെന്ന് പറയുന്ന എത്രയോ സരസ്സുകൾ, സംഭവങ്ങൾ, മറുപടികൾ, മജ്‌ലിസുകൾ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കള്ളുകുടി എന്ന് പറയുന്ന മാരക വിഷത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ അപകടങ്ങൾ മാറഞ്ചേരിയിലെ മനോഹരമായ മജ്‌ലിസിൽ ഞാൻ സമർപ്പിക്കുമ്പോ തള്ളിക്കളയല്ലേ ചെറുപ്പക്കാരാ, വലിച്ചെറിയല്ലേ ചെറുപ്പക്കാരാ, കുറ്റപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് പടച്ചവനാ, നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയത് പടച്ചതമ്പുരാനാണ്. കോഴിക്കോട് കടപ്പുറത്ത് റിമി ടോമിയുടെ ഗാനമേള നടക്കുമ്പോ ചാവക്കാട് പരിസര പ്രദേശങ്ങളിൽ പാട്ടുകാരിയുടെ, ഡാൻസുകാരികളുടെ നഗ്ന നൃത്തങ്ങൾ അരങ്ങേറുമ്പോ ലോകത്തിന്റെ എത്രയോ ഭാഗത്ത് മുസ്ലിം ചെറുപ്പക്കാര് പോലും തുണിയില്ലാതെ 12 മണിക്ക് നൃത്തം വിട്ടുമ്പോ, കള്ളുകുടിച്ച് ബോധമില്ലാതെ മൃഗങ്ങളെ പോലെ പരക്കം പായുമ്പോ, ഇതുപോലെ ഒരു സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്ന ചുണക്കുട്ടന്മാരായ ചെറുപ്പക്കാരാ, ഇതുപോലെ ഒരു സ്വർഗത്തിന്റെ മജ്‌ലിസിൽ ഒരു പങ്കാകാൻ വേണ്ടി ഇവിടെ എത്താൻ ഭാഗ്യം ലഭിച്ച ചെറുപ്പക്കാരാ. കൊല്ലത്തിൽ നിന്ന് വന്നവരുണ്ട്, പത്തനാപുരത്തിൽ നിന്ന് വന്നവരുണ്ട്, എറണാകുളത്തിൽ നിന്ന് വന്നവരുണ്ട്, ഓച്ചിറയിൽ നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ എത്രയോ കേരളത്തിന്റെ സരസ്സുകളിൽ നിന്ന് പരക്കം പാഞ്ഞ് ഓടി നേരത്തെ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇസ്സത്തോടുകൂടി ആണയിട്ട് ഞാൻ പറയുകയാണ്, നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരോ. ഈ സദസ്സിലേക്ക് വന്നിരിക്കാൻ ഒരു ഭാഗ്യമല്ലാതെ വന്നിട്ട് അതിനെ നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ. നിങ്ങളുടെ പ്രിയപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദ് നിങ്ങളുടെ ഉസ്താദല്ല, നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങളുടെ കൂട്ടുകാരനാണ്, നിങ്ങളുടെ കൂടെ പുറപ്പാണ്. മലപ്പുറം ജില്ലയിലേക്ക്
ഞാൻ കടന്നു വരുമ്പോ കാണാൻ മുസാഫഹത്ത് ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നെഞ്ചു തുറന്നിട്ട് ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? മദ്യമെന്ന് പറയുന്ന മാരക വിഷത്തിന്റെ ഏറ്റവും വലിയ അപകടം ഞാൻ പറയുമ്പോ പൂർണ്ണമായും അതിന്റെ സർവ്വ അംശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുയരോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തീരുമാനമെടുക്കുക. അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കള്ളും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളെ മുഴുവനുമുണ്ടല്ലോ, ചൂതാട്ടമുണ്ടല്ലോ, ബിംബാരാധനയുണ്ടല്ലോ, റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ മാർഗത്തിൽപ്പെട്ടതാണ്, അത് പിശാചിന്റെ വലകളിൽപ്പെട്ടതാണ്, അത് പിശാചിന്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫജ്തനിബൂ നിർബന്ധമായ പ്രഖ്യാപനമാണ്. ഫജ്തനിബൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും വെടിയണം. വിശ്വാസികളാണോ? ഫജ്തനിബൂ, നിങ്ങൾ നിർബന്ധമായും വെടിയണം. എന്തിനെന്നറിയുമോ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ്. ആഖിറത്തിലെ വിജയം മാത്രമല്ല ചെറുപ്പക്കാരോ, ദുനിയാവിന് വിജയിക്കണ്ടേ? മക്കളെ നോക്കി, ഭാര്യയെ നോക്കി, കുടുംബത്തെ നോക്കി കച്ചവടം നടത്തി ദുനിയാവിന് നിനക്ക് വിജയിക്കണ്ടേ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും അതിനെ വർജിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഈ ആയത്തിൽ മറ്റൊരു അത്ഭുതം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്നത് കള്ളും കഞ്ചാവും പിന്നെ എന്താണ് സമയം നോക്കലും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു ജാഹിലിയത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞു. അതൊക്കെ നിലവിലുള്ളപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനോടൊപ്പം അള്ളാഹു ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു ബിംബാരാധനയും. കള്ളിന്റെ കൂടെ ബിംബാരാധന അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് ഫജ്തനിബൂ റിജ്സം മിനൽ ഔസാൻ, ബിംബാരാധന എന്ന് പറയുന്ന പൈശാചിക വൃത്തിയെ നിങ്ങൾ പൂർണ്ണമായി വെടിയണമെന്ന് ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നു, അള്ളാഹു കള്ളുകുടിയെ കാണുന്നത് ബിംബാരാധന പോലെ തന്നെ വലിയ പാപമായിട്ടാണ് അത്ര. എന്തൊരു സംഭവ! അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് തൗഹീദിനെതിരെ പ്രവർത്തിക്കുന്നതാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് ഏതു പാപം ചെയ്താലും ഞാൻ പുറത്തു തരാം, മറിച്ച് അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന തെറ്റൊഴികെ ഇല്ല യുശ്റക ബിഹി, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന തൗഹീദിന് എതിരെയുള്ള ഒരു തെറ്റൊഴിച്ച് സർവ്വതും ഞാൻ പുറത്തു തരാം. അള്ളാഹു പുറത്തു തരൂലെന്ന് പറഞ്ഞിട്ട് ആ തെറ്റിനോടൊപ്പം ഖുർആനിൽ പറഞ്ഞു കള്ളിനെ നിങ്ങൾ വർജിക്കണമെന്ന്. അതിന് തെളിവാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുദ്മിനുൽ ഖംറി കആബിദി വസനിൻ, കള്ളുകുടിക്കുന്നവൻ ബിംബത്തെ ആരാധിക്കുന്നവനെ പോലെയാണ്. കള്ളുകുടിക്കുന്നവൻ ബിംബത്തെ ആരാധിക്കുന്നവനെ പോലെയാണ്. മുദ്മിനുൽ ഖംറി കആബിദി വസനിൻ, കള്ളുകുടിക്കുന്നവൻ ബിംബത്തെ ആരാധിക്കുന്നവനെ പോലെയാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ മാത മിൻ ഉയ്രി തൗബ, കള്ളുകുടിക്കുന്നവൻ തൗബയില്ലാതെ മരണപ്പെട്ടു പോയാൽ പറയാൻ പറ്റുമോ ചെറുപ്പക്കാരാ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ഡിസംബർ 31 പരിപാടി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മാറഞ്ചേരിയുടെ പരിസരത്ത് കള്ളുകുടിച്ചുകൊണ്ട് ബോധമില്ലാതെ പ്രസംഗം കഴിഞ്ഞു വന്ന ചില ചെറുപ്പക്കാരെ തടഞ്ഞവരുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ സംഭവം മാറഞ്ചേരിയിൽ മാറ്റത്തിന്റെ മാറ്റിൽ വിളക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ചാവക്കാട് പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങി വന്ന സഹോദരങ്ങള് കണ്ടുപിടിച്ചുകൊണ്ട് ബോധമില്ലാതെ പലരും റോഡിൽ ഇങ്ങനെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തല്ലോ. അതിൽപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ടിട്ട് 1 വർഷം ഇന്ന് തികയുകയാണ്. അല്ലാഹുവേ, ആ സഹോദരന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലോ. ആ പൊന്നുപോന് സ്വർഗം കൊടുക്കണേ അല്ല. ആ പൊന്നുപോന്റെ ഖബർ ജീവിതത്തിൽ അവന്റെ സ്വന്തം നാടാകുന്ന മാറഞ്ചേരിയുടെ മനോഹരമായ സ്വർഗത്തിന്റെ വേദിയിലെ 10,000ങ്ങളുടെ പ്രാർത്ഥന പടച്ചവനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ല, നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ. മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഇദാ മാത മിൻ ഗൈരി തൗബ, കള്ളുകുടിക്കുന്നവൻ തൗബയില്ലാതെ മരിച്ചുപോയാൽ, കള്ളുകുടിക്കുന്നവൻ തൗബയില്ലാതെ മരണപ്പെട്ടു പോയാൽ അവന് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? എന്റെ മാറഞ്ചേരിയിൽ വന്ന മലബാറിന്റെ പ്രിയപ്പെട്ട യുവത്വമേ,
കള്ളു കുടിക്കുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ കള്ളിന്റെ പിടുത്തം തന്റെ തലയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും പള്ളിയിൽ കയറാറ് ഇതുപോലെ ഒരു സ്വർഗത്തിന്റെ മജ്‌ലിസ് കിട്ടിയിട്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കോടിക്കണക്കിന് മലക്കുകളുടെ സമക്ഷത്തിൽ ഇരുന്നു കൊണ്ട് നെഞ്ച് പൊട്ടിയിട്ട് ഇനി ഞാൻ കുടിക്കൂല റബ്ബേ, കുടിക്കൂല റബ്ബേ, കുടിക്കൂല റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അല്ലാഹു അവന് ഖബറിന്റെ അകത്ത് ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയോ? കആബിദി വസനീ, ബിംബാരാധകർക്ക് കൊടുക്കുന്ന ശിക്ഷയാണത്രേ. സർവശക്തൻ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലല്ലോ. കള്ളുകുടിയൻ തൗബയില്ലാതെ മരണപ്പെട്ടു പോയാൽ ബിംബാരാധകർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണത്രേ. കള്ളുകുടി എന്ന് പറയുന്ന പാതകത്തിന്റെ ശക്തി അറിയാൻ ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഹദീസുകൾ ഞാൻ എഴുതി വെച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ, അറേബ്യൻ രാജ്യത്തെ കള്ളുകോപ്പകളെ കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഉപേക്ഷിച്ചു നബി എന്ന് പറഞ്ഞ വന്ന സഹാബികൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആ വലിയ പാതകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ നബിയെ, ആ വലിയ പാപത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ നബിയെ. എന്താ മുത്ത് റസൂൽ പറഞ്ഞതെന്നറിയോ? അൽഹംറു ഉമ്മുൽ ഖബായിസി, കള്ളെന്ന് പറയുന്നത് സർവ വൃത്തികേടിന്റെയും ഉമ്മയാണ്, സർവ തെമ്മാടിത്തരത്തിന്റെയും ഉമ്മയാണ്. കള്ളുകുടിക്കുന്നവൻ പിന്നെ ലോകത്ത് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ല, എല്ലാ തെറ്റിന്റെയും അദാബ് അവന് കിട്ടുന്നതാണ്. കള്ളുകുടിക്കുന്നവൻ വ്യഭിചരിക്കാതിരുന്നിട്ട് കാര്യമില്ല, പലിശ വാങ്ങാതിരുന്നിട്ട് കാര്യമില്ല. ലോകത്ത് എന്തൊക്കെ തെമ്മാടിത്തരങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഞാൻ കള്ളു മാത്രമേ കുടിക്കോളൂ സാറേ, വേറെ ഒരു ദുസ്വഭാവങ്ങളും എനിക്കില്ല, ഞാൻ കള്ളു മാത്രം കുടിക്കുന്നവനാണ് എന്ന് എത്ര വട്ടം പറഞ്ഞാലും വേണ്ടടാ. നിന്റെ ഈമാൻ പടച്ചവന് വേണ്ട, നിന്റെ സംസ്കാരം പടച്ചവന് വേണ്ട. പകൽമാനായിട്ട് ചമഞ്ഞു നടക്കുന്ന നിന്റെ തന്റെ ഇടമുണ്ടല്ലോ, അത് കരുണക്കടലായ റബ്ബിന് വേണ്ട. മുത്ത് റസൂല് പറയുന്നു, ഉമ്മുൽ ഖബായിസ്, ലോകത്തുള്ള സർവ്വ തെമ്മാടിത്തരത്തിന്റെയും ഉമ്മയാണ് കള്ളെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കള്ളു കുടിച്ചാൽ എല്ലാ തെറ്റുകളുടെയും അദാബ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. ആ കള്ളെന്ന് പറഞ്ഞാൽ എല്ലാ വലിയ പാപങ്ങളിലും വലിയ പാപമാണ്. ഏറ്റവും വലിയ പാപം കള്ളു കുടിക്കലോ. എന്നിട്ട് മുത്ത് നബി പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഇനി പറയുന്ന വാക്ക് എന്നെ ഒരുപാട് വേദനിപ്പിച്ച വാക്കാണ്. കള്ളു തുണഞ്ഞു നോക്കിയവരെ, കള്ളു രുചിച്ചു നോക്കിയവരെ, കള്ളു തൊട്ടു നോക്കിയവരെ, ഇന്നത്തെ രാത്രി നിനക്ക് പൊട്ടി പൊട്ടി കരയാനുള്ള രാത്രിയാണ്. ഈ കസേര നനയട്ടെ, ഈ മാറന്തേരിയുടെ മണ്ണ് മോമിനീങ്ങളുടെ പശ്ചാത്താപത്തിന്റെ തൗബയുടെ കണ്ണീര് കൊണ്ട് നനയട്ടെ. ഇന്നലെ മുതൽ എത്രയോ ഒരു മാസം കൊണ്ട് ഫേസ്ബുക്കിലും നെറ്റിലും ഒക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ, കേരളത്തിന്റെ ലക്ഷക്കണക്കാർ യുവ സുഹൃത്തുക്കളോട് പറഞ്ഞിടന്തെന്നറിയോ? നിങ്ങൾ മാറന്തേരിയിലേക്ക് വരൂ, നിങ്ങൾ മാറന്തേരിയിലേക്ക് വരൂ. എന്നിട്ടൊരു സഹോദരന്റെ ഫോൺ വിളിച്ച് പറഞ്ഞതാ, ഉസ്താദേ ഞങ്ങളൊക്കെ ഇതാ പ്രചരണം നടത്തിയിട്ട് കൊണ്ടുവന്നിരുത്തി തന്നിരിക്കുകയാണ്. മുത്ത് റസൂലിന്റെ ശഫാഅത്തിന് ഈ മക്കളോട് ഒരുമിച്ച് പോകാൻ ഉസ്താദ് അവർക്ക് ഉപദേശം കൊടുക്കണേ. മുത്തായ നബി തങ്ങൾ ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദിന്റെ ചാരത്തേക്ക് പറഞ്ഞതല്ല, ഈ സമുദായത്തിന് നിർദ്ദേശം കൊടുക്കണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈകുന്നേരം ഫോൺ വിളിച്ചു പറഞ്ഞ മലബാറിന്റെ മക്കളെത്ര പേരാ? പഠിച്ചുകൊള്ളുക, ഏറ്റവും നല്ല വേദനയുടെ ഹദീസ് പഠിച്ചുകൊള്ളുക. കള്ളുകുടിക്കുന്നവരെ പെട്ടെന്ന് തൗബ ചെയ്തോ, രുചിച്ചു നോക്കിയവരെ പെട്ടെന്ന് തൗബ ചെയ്തോ, നുണഞ്ഞു നോക്കിയവരെ പെട്ടെന്ന് തൗബ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കണ്ടോ, മനുഷ്യരിബഹ, ആരെങ്കിലും കള്ളുകുടിച്ചാൽ വകഅല ഉമ്മിഹി, അവന്റെ ഉമ്മയെ അവനെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ, 9.5 മാസത്തോളം വയറ്റിനകത്തവനെ ചുമന്നുകൊണ്ട് നടന്ന ഉമ്മയെ, അവന് 2.5 വയസ്സുവരെ തന്റെ മാറിടത്തിൽ നിന്ന് പാല് ചുരത്തി കൊടുത്ത ഉമ്മയെ, തന്റെ പൊന്നുപോലെ കണ്ണേ കരളേന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന ഉമ്മയെ, ഉറക്കമില്ലാതെ ഊടില്ലാതെ മലബാറിന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഉമ്മയെ, മുത്തുനബി തങ്ങൾ പറയുന്നു വകഅല ഉമ്മിഹി, അവൻ ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണ്.
അവനും വ്യഭിചരിച്ചവനെ പോലെയാണ്. ആരോട് പറയാനാ പ്രിയപ്പെട്ടവരെ, ആരെ ഉപദേശിക്കാനാ സഹോദരങ്ങളെ? എന്റെ മുമ്പിൽ വന്നിരുന്ന് ഞെളിഞ്ഞിരുന്നിട്ട് വിദേശ രാജ്യത്തിലേക്ക് വിസയെടുത്തുകൊണ്ട് പറന്നു പോകുമ്പോ വിദേശ രാജ്യത്ത് ആരും ചോദിക്കാറില്ലല്ലോ, ആരും പറയാറില്ലല്ലോ. തോന്നിയതുപോലെ ആകാമല്ലോ. ശമ്പളം കയ്യിലേക്ക് വാങ്ങിയിട്ട് വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച വൈകുന്നേരം റൂമിന്റെ അകത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോ കൂട്ടുകാരുമായി ചേർന്നുകൊണ്ട് കല്ലുപിടിച്ച് രസിക്കുന്ന ചെറുപ്പക്കാരോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ ഒന്ന് ചിന്തിക്കടാ. ആ ഉമ്മയുടെ മുഖമൊന്ന് നീ ആലോചിക്കുമോനെ. ആ ഉമ്മനെ വ്യഭിചരിച്ചവനെ പോലെ, ആ ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണ് കല്ലുകുടികനെന്ന് തോഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു തുള്ളി കണ്ണിന് വേണ്ടി പിന്തുണ ഇനി മലബാറിന്റെ ഈ സരസിൽ വന്നിരുന്ന മക്കളിൽ നിന്നുണ്ടാവുകയില്ല. ഇനി വരുന്ന പത്രമാധ്യമങ്ങളിൽ ഇൻഷാ അല്ലാഹ് അഭിമാനത്തോടെ വരും വർഷങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കണം, കള്ളുകുടിയിൽ നിന്ന് മുസ്ലിം സമുദായം ഒഴിവായിക്കൊണ്ടിരിക്കുന്നുവോ എന്ന സംശയം കേരളത്തിന്, ലോകത്തിന് തോന്നുന്ന തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കഴിയും സഹോദരങ്ങളെ, കഴിയും. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഐശ്വര്യം അനുഗ്രഹം എത്ര വലുത. നിങ്ങൾക്ക് കേൾക്കണോ മറ്റൊരു ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണെന്നൊക്കെ അന്ന് പറയുമ്പോ സഹാബികൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ചോദിക്കും, നബിയെ അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കും? ഒരു ഉമ്മായി അങ്ങനെ കാണാൻ വരെ മകന് കഴിയില്ലല്ലോ. 14 വയസ്സുള്ള മകൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ഫോട്ടോ മൊബൈലിലൂടെ ഒപ്പിയെടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ കണ്ടതാ. 14 വയസ്സേ ഉള്ളൂ. ഉമ്മ മീനെരിയുമ്പോ, മലക്കറി എരിയുമ്പോ, അടിച്ചു വാരുമ്പോ, വസ്ത്രമലക്കുമ്പോ അതൊക്കെ മൊബൈലിലൂടെ ഒപ്പിയെടുത്തിട്ട് തന്റെ കൂട്ടുകാർക്ക് ഫേസ്ബുക്കിലൂടെ അയച്ചു കൊടുത്ത 14-കാരന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുമ്പോൾ വരും തലമുറയിൽ ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയല്ല, ഉമ്മയെ വ്യഭിചരിച്ചവനായിട്ട് ഈ സമുദായം മാറുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അതുകൊണ്ട് എന്തർത്ഥമാണ്? നമ്മുടെ നാടുകളിൽ ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മക്കാമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെരുമ കാണിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ നമ്മുടെ ജീവിതം സംസ്കാര സമ്പന്നതയുടെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ രാത്രി എല്ലാ പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്തുകൊണ്ട് ഈ മഹനീയമായ മാറഞ്ചേരിയുടെ പാടത്ത് നിറഞ്ഞ് കവിഞ്ഞ് തേനീച്ച കൂട്ടങ്ങളെ പോലെ വന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആണയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ തീരുമാനമെടുക്കാനും സാധിക്കും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുത്തുനബി പറയുന്നു, ഒരാള് കള്ളുകുടിച്ചാൽ 40 ദിവസം വരെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഒരു അംശം പോലും അവനിൽ നിന്ന് അള്ളാഹു മാറ്റിവെക്കുന്നതോ. ഒരാൾ കണ്ടുപിടിച്ചാൽ 40 ദിവസം വരെ പൂർണ്ണമായും അവന് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. ഇതൊക്കെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായ ഒരു മനുഷ്യന് കൊടുക്കുന്ന നാശനഷ്ടങ്ങളാ. പിന്നെ നിങ്ങൾ ആലോചിക്കും, എന്തേ ഇത്ര കൂടാനുള്ള കാരണം ഉസ്താദേ? ഇത്രത്തോളം ഭയാനകരമാണ്, ഇത്രത്തോളം അടിമത്വമാണ്, ഇത്രത്തോളം അപകടമാണ്, ഇത്രത്തോളം നാശമാണ് ഈ മദ്യത്തിനെങ്കിൽ എന്തുകൊണ്ടാണ് ഉസ്താദേ കേരളത്തിൽ ഇങ്ങനെ കൂടിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ, മദ്യം പോലെ പിശാചിന് ഒരു മനുഷ്യന്റെ മനസ്സിനെ മയക്കാൻ മറ്റു ദുർമാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഉമ്മുൽ ഖബായിസ്, അതുകൊണ്ടാണ് തിന്മകളുടെ മാതാവ് എന്ന പേരതിന് കിട്ടിയത്. അതുപോലെ ഒരാളെ നശിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ദുഷ്കർമ്മം ലോകത്തില്ലാത്തത് കൊണ്ട് പിശാച് അതിനെ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ സമുദായത്തിന് വേണ്ടി കൊടുത്തു. ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പോഴും നിങ്ങൾ പലരും പറയില്ലേ, ഉസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞാലും വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ, മാസത്തിൽ ഒരു പ്രാവശ്യമല്ലേ, ഗൾഫിൽ പോകുമ്പോഴല്ലേ നമ്മൾ തൗബ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ദുആ എടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ തോന്നൽ, ഈ നിസാരതയുടെ തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ മദ്യത്തെ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുത്തി തരുന്നത് കൊണ്ടാണ്. ഇബ്ലീസിന് ഏറ്റവും അധികം പേടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണങ്ങൾ ഏറെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൻ തുമ്പിലൂടെയാണ് ഈ മദ്യത്തെ ഒന്ന് ഒഴിവാക്കുവോ നബിയേ എന്ന് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാവിൻ തുമ്പിലൂടെയാണ് പലപ്പോഴും പ്രഖ്യാപനം നടന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് മദ്യത്തെ നിരോധിച്ചത്. ആദ്യം മദ്യം ഹലാലായിരുന്നു, ആദ്യം മദ്യം അനുവദനീയമായിരുന്നു.
ഇപ്പൊ പലരും ചിന്തിക്കും അങ്ങനെ ഹലാലായിരുന്നെങ്കിൽ ആരാണ് പടച്ചവൻ അതിന് ഹറാമാക്കിയത്? ഹലാലായിരുന്നു അതിന് ഈ വിഷയം വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എങ്കിൽ ഇപ്പൊ ഞാനിങ്ങനെ പ്രസംഗിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ ഒറ്റ ന്യൂമർസ്കാർ ചോദിക്കും, ഒരു ക്വാർട്ടർ എടുക്കേണ്ട അവസ്ഥ ഹലാലായിരുന്നെങ്കിൽ അല്ലെ മദ്യം പൂർണ്ണമായി ഹറാമാക്കേണ്ടതാണ് എന്ന് ആർക്ക് തോന്നി? മനുഷ്യശാസ്ത്രം അറിയുന്ന സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വേഗം വന്നിട്ട് പറഞ്ഞു, നബിയെ ഇതെന്താ നബിയെ ഇങ്ങനെ? അതിനെ ഒഴിവാക്കണ്ടേ നബിയെ? അതിനൊരു പൂർണ്ണമായ നിയമം റബ്ബിനോട് ചോദിക്കണം നബി. അങ്ങനെ ചോദിച്ചാണ് അവസാനം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ വർജിക്കുക, വിജയിക്കണമോ ഒഴിവാക്കുക എന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് എല്ലാവരും അതിനെ ഒഴിവാക്കുന്നത്. ഇബ്ലീസ് ആ ഒരു സുഖം. നിസ്കാരമുള്ള എത്രയോ കള്ളുകുടിക്കുന്നവരുണ്ട്, നിസ്കാരമുള്ള എത്രയോ ആളുകളുണ്ട്. പക്ഷേ നല്ല നിസ്കാരമാണ്, വെള്ളം കെട്ട് അല്ലെങ്കിൽ മിടുക്കനായിട്ട് താടിയൊക്കെ കറുപ്പിച്ച് നല്ല സെറ്റപ്പായിട്ടൊക്കെ നടക്കും. പള്ളിയിൽ ചിലപ്പോൾ പള്ളിയിൽ കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും, നാട്ടിലെ ദീനീ പ്രവർത്തകനായിരിക്കും. എങ്കിലും വീട്ടിൽ ചെന്ന് കയറിയാൽ ഒരല്പം മദ്യം കുടിക്കുന്നവരുണ്ട്. ലാഘവത്തോടെ കേൾക്കരുത്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഉസ്താദ് പറയുന്നത് പെരുമ്പടപ്പിലൂടെയും മാറഞ്ചേരിയിലൂടെയും എരമംഗലത്തിലൂടെയും മലബാറിലൂടെയും കള്ളുകുടിച്ച് ബോധമില്ലാതെ ട്രൗസറും പുറത്ത് കാണിച്ച് തുടയും ചൊറിഞ്ഞു പോകുന്ന ഊതറ കള്ളുകുടിയെ കുറിച്ചാണ് എന്ന് കരുതരുത്. സ്റ്റാൻഡേർഡ് കുടിയന്മാർ ഏറെയുണ്ടല്ലോ. വീട്ടിന്റെ മുകൾ ഭാഗത്തിരുന്ന് ടെറസിന്റെ മുകളിലിരുന്ന് ഡിസംബറിന്റെ ഇളം തന്നെ അടിച്ചു വീശുമ്പോൾ ഐഷ സോഡ കൊണ്ടുവാ, ഫാത്തിമ ഐസ് കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിമാർക്ക് അതാണല്ലോ വലിയ താല്പര്യം. കുടിക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ സഹോദരിക്ക് വലിയ ഇഷ്ടമാണെന്ന് പലപ്പോഴും. ആ രീതിയിലൂടെ സംസ്കാരം അതപ്പതിച്ചില്ലേ? അതുകൊണ്ട് സർവരും കള്ളം എന്ന് പറയുന്ന ആ ഒരു വിഷത്തെ ആര് പിന്തുണയ്ക്കുന്നുവോ കുടിക്കണം എന്നില്ല. അത് തരക്കേടില്ല, ഹറാമായതുകൊണ്ട് കുടിക്കാത്തതാ, അല്ലെങ്കിൽ ഞാൻ കുടിച്ചനെ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അതിന്റെ ഭവിഷ്യത്ത് ബാധകമാണ്. നിസ്കാരം എത്ര പറഞ്ഞാലും നിങ്ങൾ ചെയ്യും. തഹജ്ജുദ് നിസ്കരിക്കണം ഉസ്താദേ, ഞങ്ങൾ തയ്യാറാണ്. ആവേശം, നിങ്ങളുടെ ഈ ഇബാദത്തിനോടുള്ള ആവേശമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോകാം.